ഓക്കെ, നെക്സ്റ്റ് അപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറാണ്. അപ്ലിക്കേഷൻസ് ബെർണോളിസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അതിൽ ബെർണോളിസ് തിയറത്തിൻ്റെ മെയിൻ റിസൾട്ട് എന്തായിരുന്നു? ഫ്ലൂയിഡിൻ്റെ കേസിൽ വെലോസിറ്റി കൂടുന്ന സ്ഥലത്ത് അല്ലേ, ഫ്ലൂയിഡിൻ്റെ കേസിൽ വെലോസിറ്റി കൂടുന്ന സ്ഥലത്ത് പ്രഷർ കുറയും. ഇങ്ങനെ ഞാൻ പറഞ്ഞത്, വെലോസിറ്റി കൂടുന്ന സ്ഥലത്ത് പ്രഷർ കുറയും. ഓക്കെ, അപ്പം പിന്നെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുക എങ്ങനെയാണ്? ഫ്ലോ ചെയ്യുക ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ഹൈ പ്രഷർ ടു ലോ പ്രഷറാണ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ. ഓക്കെ, അപ്പോൾ ഒരു അപ്ലിക്കേഷൻ സ്പ്രെയർ ഓർ അറ്റോമൈസർ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പ്രേ ഇല്ലേ, സ്പ്രേ ചെയ്യുന്ന സംഭവങ്ങളില്ലേ, അതിൻ്റെ എല്ലാം പ്രവർത്തന തത്വം ബെർണോളിസ് തിയറമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിൽ വിചാരിക്കും. ഓക്കെ, ഇതിനകത്ത് സ്പ്രേ ചെയ്യേണ്ട ലിക്വിഡ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു വെർട്ടിക്കൽ ട്യൂബ് ഉണ്ടാവും. വെർട്ടിക്കൽ ട്യൂബുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഹൊറിസോണ്ടലായിട്ടൊരു ട്യൂബ് ഉണ്ടാവും. ആ ഹൊറിസോണ്ടൽ ട്യൂബിനെ ഞാൻ കുറച്ച് വലുതാക്കി കാണിക്കുകയാണ്, വലുതാക്കി വരക്കുകയാണ്. അത് പിന്നെ ഇങ്ങനെ എന്തായാലും ഒരു ഹൊറിസോണ്ടൽ ട്യൂബ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സ്പ്രേ ചെയ്യണം, ഈ ലിക്വിഡിനെ സ്പ്രേ ചെയ്യണം. അപ്പോൾ സ്പ്രേ ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രസ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും ടോപ്പിൽ നമ്മളിവിടെ പ്രസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് സംഭവിക്കുന്ന കാര്യം എന്നാൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഹൊറിസോണ്ടൽ ട്യൂബിലൂടെ പക്ഷേ നമ്മളിപ്പോൾ പ്രസ് ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ ഇത് ലിക്വിഡ് സ്പ്രേ ചെയ്യപ്പെടും. പക്ഷേ ശരിക്ക് ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. നമ്മളിവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഹൊറിസോണ്ടൽ ട്യൂബിലൂടെ ഹൈ വെലോസിറ്റിയിൽ എയർ ഫ്ലോ ചെയ്യും. അപ്പോൾ ഹൊറിസോണ്ടൽ ട്യൂബിലൂടെ ഹൈ വെലോസിറ്റിയിൽ എയർ ഫ്ലോ ചെയ്യും. അപ്പോൾ വെലോസിറ്റി കൂടുമ്പോൾ നമ്മൾ പഠിച്ചെന്നാൽ വെലോസിറ്റി കൂടിയ സ്ഥലത്ത് പ്രഷർ കുറയും. അപ്പോൾ ഹൊറിസോണ്ടൽ ട്യൂബിലല്ലേ ഹൈ വെലോസിറ്റിയിലെ എയർ ഫ്ലോ ചെയ്യും ഫസ്റ്റ്. അപ്പോൾ ഹൈ വെലോസിറ്റിയിൽ എയർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രഷർ ഹൈ വെലോസിറ്റി ആയതുകൊണ്ട് പ്രഷർ കുറയും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ട്യൂബിനകത്ത് പ്രഷർ കുറയും. അപ്പോൾ ഇവിടെ പ്രഷർ കുറയും. ഹൊറിസോണ്ടൽ ട്യൂബിനകത്ത് പ്രഷർ കുറയും. ഹൈ വെലോസിറ്റിയിൽ എയർ ഫ്ലോ ചെയ്യുമ്പോൾ വെലോസിറ്റി കൂടിയതുകൊണ്ട് അവിടെ പ്രഷർ കുറയും. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ പ്രഷർ കുറഞ്ഞു പോയി. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുതലായിരിക്കും. അവിടെ കുറഞ്ഞു പോയി, അതുകൊണ്ട് ഇവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലും ഇവിടെ പ്രഷർ കുറവും. അപ്പോൾ ഫ്ലൂയിഡ് ഒഴുകുക എങ്ങനെയാണ്? ഹൈ പ്രഷർ കൂടിയെടുക്കുന്ന പ്രഷർ കുറഞ്ഞെടുത്തേക്കല്ലേ. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിൽ ആ പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലൂയിഡ് പോകും. അപ്പോൾ വെർട്ടിക്കൽ ട്യൂബിലൂടെ ഇതിങ്ങനെ റൈസ് ചെയ്യും. എന്നിട്ട് ഈ എയറിൻ്റെ കൂടെ പുറത്തേക്ക് എയർ വരുന്നുണ്ടല്ലോ, ആ എയറിൻ്റെ കൂടെ സ്പ്രേ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ പ്രവർത്തനം എന്താണ്? when air flows with high velocity through horizontal ട്യൂബിലൂടെ ഹൈ വെലോസിറ്റിയിൽ എയർ ഫ്ലോ ചെയ്യുന്നു. then the pressure in horizontal tube decreases. അവിടെ പ്രഷർ കുറയും. ഹൈ വെലോസിറ്റി ആയതുകൊണ്ട് പ്രഷർ കുറയും. ബട്ട് കമ്പയർഡ് ടു ദാറ്റ് ഇൻസൈഡ് ദ ബോട്ടിലിനകത്ത് ദ പ്രഷർ വിൽ ബി ഹൈ. therefore liquid rises through the vertical tube from high pressure to low pressure and get സ്പ്രേ ചെയ്യപ്പെടും. ഇതേ സംഭവമാണ് നമ്മളിപ്പോൾ സ്ട്രോ ഉപയോഗിച്ചിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ സ്ട്രോ വെച്ചിട്ട് നമ്മളിതിൽ ബോട്ടിലിനകത്ത് താത്തി വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഇവിടെ വായിൽ സ്ട്രോ വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ വായിലേക്ക് കയറുക എയറാണ്. അപ്പോൾ എയറിന് അവിടെ ഹൈ വെലോസിറ്റി ആയി. അപ്പോൾ ഹൈ വെലോസിറ്റി ആകുമ്പോൾ ഇവിടെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ അടുത്ത് നമ്മൾ എയറിനെ വലിക്കുമ്പോൾ ഇത് സ്ട്രോ മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് അവിടെ എയർ പാസ് ചെയ്യും. അപ്പോൾ എയർ പാസ് ചെയ്യുമ്പോൾ അവിടെ എയറിന് വെലോസിറ്റി കൂടുമ്പോൾ അവിടെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ അടുത്ത് പ്രഷർ കുറഞ്ഞു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ബോട്ടിലിനകത്ത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ പ്രഷർ കൂടിയെടുക്കുന്ന പ്രഷർ കുറഞ്ഞിടത്തേക്ക്
ഇത് കയറി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇനി ഇതിൽ നമ്മളിപ്പോൾ ഇതിൽ ഞാൻ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വളരെ ഫാസ്റ്റ് മൂവിങ് ആയ ഒരു ട്രെയിൻ വിചാരിക്കും. ട്രെയിനാണ്. ട്രെയിന് ഫാസ്റ്റ് മൂവിങ് ആണ്, ഹൈ സ്പീഡിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെയിനിൻ്റെ അടുത്ത് ഇവിടെ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഒരാൾ നിൽക്കുകയെന്ന് വിചാരിച്ചു. ഒരാൾ നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിന് ഹൈ സ്പീഡിൽ പോവാണ്, അത്ര ഹൈ സ്പീഡായിരിക്കണം. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഒരാൾ അതിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, പുറമെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളില്ലേ ആ നിൽക്കുന്ന ആൾ ട്രെയിനിൻ്റെ മുകളിലേക്ക് പോയി അടിച്ച് തെറിച്ചു പോകും. എന്താ കാരണം? ഇത് ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ എയർ ഉണ്ടാവില്ലേ അല്ലേ? അപ്പോൾ ഇത് ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സമയം, അത്രയും ഹൈ വെലോസിറ്റി ആണെങ്കിൽ ഈ ട്രെയിനിനോട് ചേർന്ന് കിടക്കുന്ന എയറിനും ഈ കുറേ ദൂരെയുള്ള ഈ എയറിനെ അപേക്ഷിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ഫാസ്റ്റ് മൂവിങ് ആകുമ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന എയറിന് ഹൈ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ കുറേ ദൂരെയുള്ള എയറിന് അങ്ങനെ ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് അതിൻ്റെ അടുത്തുള്ള എയർ തന്നെയല്ലേ. അപ്പോൾ ഇത് ഫാസ്റ്റ് മൂവിങ് ആകുമ്പോൾ ഇവിടെയുള്ള എയറിന് ഹൈ വെലോസിറ്റി ആകുമ്പോൾ അവിടെ പ്രഷർ കുറയും. വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. ഹൈ വെലോസിറ്റി ആകുമ്പോൾ അവിടെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറേ ദൂരെ എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ട്രെയിനിൻ്റെ അടുത്ത് പ്രഷർ കുറഞ്ഞു പോയി. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്രഷർ കൂടുതലാണ്. അപ്പോൾ പ്രഷർ കൂടിയെടുക്കുകയെന്ന് പ്രഷർ കുറഞ്ഞെടുത്തേക്ക് അല്ലേ ഫ്ലോ നടക്കുക. അപ്പോൾ ഇവിടെ എയർ ഉണ്ടല്ലോ. അപ്പോൾ ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് എയർ വരും. അപ്പോൾ പ്രഷർ കൂടിയെടുക്കുകയെന്ന് പ്രഷർ കുറഞ്ഞെടുത്തേക്ക് എയർ വരും. അങ്ങനെ എയർ വരുമ്പോൾ അപ്പോൾ എയറിൻ്റെ ഇത് നല്ല സ്പീഡാണെങ്കിൽ അതിനനുസരിച്ച് ഇവർ തമ്മിൽ നല്ല പ്രഷർ ഡിഫറൻസ് വരും. ഇവിടെ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എയർ ഫ്ലോ ചെയ്യും. അങ്ങനെ എയർ ഫ്ലോ ചെയ്യുമ്പോൾ എയറിൻ്റെ ശക്തിയേറിയൊരു തള്ളൽ വരും. അങ്ങനെ എയർ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മളെയും കൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വരുന്ന എയർ നമ്മളെയും കൊണ്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ മുകളിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ ഈ ട്രെയിനിൻ്റെ സ്പീഡ് കൂടുന്തോറും, സ്പീഡാണല്ലോ ഇതിന് കാരണം, ആ സ്പീഡ് കൂടുന്തോറും ഈ സംഭവത്തിന് ഇത് കൂടുതൽ എഫക്റ്റീവ് ആവും. ഓക്കെ, പിന്നെ അടുത്തൊരു ആപ്ലിക്കേഷൻ, സെക്കൻഡ് വൺ, blowing off roof during storm. ഈ ശക്തിയേറിയ കാറ്റ്, കൊടുങ്കാറ്റെല്ലാം അടിക്കുന്ന സമയത്ത് ചില വീടുകളുടെ എല്ലാം മേൽക്കൂര പാറിപ്പോയി എന്നൊക്കെ കേൾക്കാം. കാരണം ഈ സംഭവമാണ്, ബെർണോൾഡ്സ് തിയറാണ്. അപ്പോൾ നിങ്ങളൊരു അധികം കെട്ടുറപ്പൊന്നും ഇല്ലാത്തൊരു വീട് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ശക്തിയേറിയ കാറ്റടിക്കുകയാണ്. കാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കാറ്റ് എന്ന് പറയുമ്പോൾ എയറിൻ്റെ ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ എയറിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ എയർ ഫ്ലോ ഇങ്ങനെയൊക്കെ നടക്കും അല്ലേ? പക്ഷേ ഇതിലൂടെയൊക്കെ വരുന്ന എയറിന് ഒരു പരിധി വരെ ഈ വാള് അല്ലേ തടഞ്ഞു നിർത്തുമല്ലോ. അതുകൊണ്ട് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ശക്തിയേറിയ കാറ്റടിക്കുന്ന സമയത്ത് നമ്മളെ വീടിൻ്റെ മുകളിലൂടെ അല്ലേ കാറ്റ് എന്ന് പറയുമ്പോൾ എയറിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ എയർ ഫ്ലോ ചെയ്യും എങ്ങനെ? ഹൈ വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യും. ശക്തിയേറിയ കാറ്റുണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കൂടും. അപ്പോൾ എയർ ഫ്ലോസ് വിത്ത് ഹൈ വെലോസിറ്റി ഓവർ ദ റൂഫിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ ഹൈ വെലോസിറ്റി ആകുമ്പോൾ വീടിൻ്റെ ഉള്ളിലും എയർ ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് കമ്പയർ ചെയ്ത് പറയാണ്. ഓക്കെ, അപ്പോൾ വീടിൻ്റെ മുകളിലൂടെ ഹൈ വെലോസിറ്റിയിൽ എയർ ഫ്ലോ ചെയ്യും ഡ്യൂറിങ് സ്റ്റോം. ഓക്കെ, അപ്പോൾ ഹൈ വെലോസിറ്റി ആകുമ്പം അവിടെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുതലായിരിക്കും. ഇൻസൈഡ് റൂമിൻ്റെ ഉള്ളിൽ ദ പ്രഷർ വിൽ ബി ഹൈ.
അപ്പോൾ അവിടെ പ്രഷർ കുറഞ്ഞു പോയി. അപ്പോൾ പ്രഷർ കൂടിയെടുക്കുന്ന പ്രഷർ കുറഞ്ഞെടുത്തേക്ക്, പ്രഷർ കൂടിയെടുക്കുന്ന പ്രഷർ കുറഞ്ഞെടുത്തേക്കാണ് എയർ ഫ്ലോ നടക്കുക. ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് എയർ ഫ്ലോ നടക്കും, എയർ ഫ്ലോ നടക്കും. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു എയർ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ശക്തിയേറിയ അങ്ങനെയുള്ളൊരു എയർ ഫ്ലോ ഉണ്ടെങ്കിൽ ഈ റൂഫ് ഉണ്ടല്ലോ, ഓക്കെ, അപ്പോൾ ആ റൂഫും കൊണ്ട് അങ്ങ് പോവും, റൂഫും കൊണ്ടങ്ങ് പോവും. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് സ്റ്റോം എയർ ഫ്ലോസ് വിത്ത് ഹൈ വെലോസിറ്റി ഓവർ ദ റൂഫ്. ഓക്കെ, ദർഫോർ പ്രഷർ ഓവർ ദ റൂഫ്, ഇവിടെ പ്രഷർ എന്താവും, ഡിക്രീസസ്. ബട്ട് ഇൻസൈഡ് ദ റൂമിൻ്റെ ഉള്ളിൽ ദ പ്രഷർ വിൽ ബി ഹൈ. ദർഫോർ എയർ ഫ്ലോസ് ഫ്രം റൂം ടു റൂഫ്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും അല്ലേ. ആൻഡ് ഇൻ ടേൺ ബ്ലോ ഓഫ് ദ റൂഫും കൊണ്ടങ്ങ് പോകും. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു രണ്ട് ബോൾ വിചാരിക്കും, രണ്ട് ബോൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തു, രണ്ട് ബോളാണ്, വെയിറ്റ് കുറഞ്ഞ രണ്ട് ബോൾ വിചാരിക്കും, അങ്ങനെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെയൊക്കെ എയർ ഉണ്ട് അല്ലേ. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഈ രണ്ട് ബോളിൻ്റെ ഇടയിലൂടെ ഈ സ്ഥലത്തൂടെ നമ്മൾ എയർ പമ്പ് ചെയ്യാന്ന് വിചാരിച്ചു, അങ്ങോട്ടേക്ക് എയർ പമ്പ് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം ഈ വെലോസിറ്റി കൂടി. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ സ്ഥലത്തൂടെ നമ്മൾ എയർ പമ്പ് ചെയ്യുന്നു. എയർ പമ്പ് ചെയ്യാൻ മീൻസ് അവിടെ വെലോസിറ്റി കൂടുന്നേരം എന്താവും, പ്രഷർ കുറയും. അപ്പോൾ ഈ സ്ഥലത്ത് പ്രഷർ കുറയും. എയർ നമ്മൾ പമ്പ് ചെയ്യുകയാണെങ്കിൽ പമ്പ് ചെയ്യും മീൻസ് അവിടെ വെലോസിറ്റി കൂടി, എയറിന് വെലോസിറ്റി കൂടുന്ന സമയത്ത് പ്രഷർ കുറഞ്ഞു. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ സ്ഥലത്തും പ്രഷർ കൂടുതലായിരിക്കും. ഇവിടെയാണല്ലോ അത് സംഭവിച്ചത്, ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ പ്രഷർ കൂടിയെടുക്കുന്ന ഇവിടെ പ്രഷർ കുറഞ്ഞു പോയി. അപ്പോൾ പ്രഷർ കൂടിയെടുക്കുന്ന പ്രഷർ കുറഞ്ഞെടുത്തേക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് എയർ വരും, ഹൈ പ്രഷർ ടു ലോ പ്രഷർ. അതുപോലെ ഇവിടെ പ്രഷർ കൂടുതലാണ്, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എയർ വരും. അങ്ങനെ എയർ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ രണ്ട് ബോളിനെയും കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ രണ്ട് ബോളും തമ്മിൽ അടുക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരും, രണ്ട് ബോളും തമ്മിൽ അടുക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. ഓക്കെ, ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ എയർ പമ്പ് ചെയ്യുകയാണെങ്കിൽ, ഹൈ വെലോസിറ്റിയിൽ പമ്പ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ആപ്ലിക്കേഷൻ പറയാനുള്ളത് വെൻറ്റുറിമീറ്റർ. വെൻറ്റുറിമീറ്റർ ഉപയോഗിക്കുന്നത് ഇതൊരു ഡിവൈസാണ്. ഇതിൻ്റെ പ്രവർത്തന തത്വം ബെർണോൾസിയറാണ്. ഓക്കെ, വെൻറ്റുറിമീറ്റർ ഉപയോഗിക്കുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി കാണാനാണ്. വെലോസിറ്റി കാണാൻ നമുക്ക് ഇത് ഉപയോഗിച്ചൂടെ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ചൂടെ? അതെന്താ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിക്കാത്തത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ എങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ ഒരു ഇങ്ങനെ ട്യൂബിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2, ഇവിടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി V1, ഇവിടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി V2. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് എന്താണ്, A1 V1 ഈക്വൽ ടു A2 V2. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു വെൻറ്റുറിമീറ്റർ ഉപയോഗിക്കുന്നത് വെലോസിറ്റി കാണാനാണ്. ലിക്വിഡിൻ്റെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി കാണാനാണ് ഉപയോഗിക്കുന്നത്, ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എന്തിനാണ് ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്, എന്തിനാണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ചാൽ പോരെ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ വെലോസിറ്റി ഉണ്ടല്ലോ. പക്ഷേ ഇത് ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലേ, റൗണ്ടിൻ്റെ ഏരിയ. ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr² വരിക. അപ്പോൾ ഏരിയ കാണണമെങ്കിൽ നമുക്ക് റേഡിയസ് കിട്ടിയാൽ മതി അല്ലേ, റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ ഈ റേഡിയസ് നമുക്ക് അളന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, റേഡിയസ് നമുക്ക് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ റേഡിയസ് കിട്ടിയാലേ നമുക്ക് ഏരിയ കിട്ടി. അപ്പോൾ A1 കിട്ടി. അതേപോലെ ഇവിടെയുള്ള റേഡിയസ് കിട്ടിയാൽ പോലെ, റേഡിയസ് കിട്ടിയാൽ ഈ ഏരിയ കിട്ടും. അപ്പോൾ A2 കിട്ടി. അപ്പോൾ A1 A2 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് അളന്ന് കണ്ടുപിടിക്കാം. പക്ഷേ വെലോസിറ്റി നമുക്കിപ്പോൾ ഇത് സ്പീഡിലാണോ ഒഴുകുന്നത്, മെല്ലെയാണോ ഒഴുകുന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ കൃത്യമായിട്ടിത് ഇത്ര വെലോസിറ്റിയിലാണ് ഫ്ലൂയിഡ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിനെ നോക്കിക്കൊണ്ട് പറയാൻ പറ്റുമോ? നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ ഇത്ര വെലോസിറ്റിയിലാണ് പോകുന്നതെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം വെലോസിറ്റി നമുക്കറിയില്ല. വെലോസിറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ V1 അറിയില്ല, V2 അറിയില്ല, രണ്ടും അറിയില്ല. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് അളന്ന് കണ്ടുപിടിക്കാം. വെലോസിറ്റി നമുക്ക് V1 അറിയില്ല, അത് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പക്ഷേ കൃത്യമായിട്ട് നമുക്ക് ഇത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് V1 അറിയില്ല, V2 അറിയില്ല. ഇനി V1 കിട്ടിയാലോ? V1 ഇവിടെ കൊടുത്താൽ V2 കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? V1 അല്ലെങ്കിൽ V2 ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൊടുത്താൽ പിന്നെ മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് വെൻട്രിമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെൻട്രിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ്. ഓക്കെ, അപ്പോൾ വെൻട്രിമീറ്റർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ ഇവിടെ ഇങ്ങനെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയ ഒരു ട്യൂബ്. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയ ഒരു ട്യൂബ്. ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ A1 എടുത്തു. പിന്നെ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞൊരു ട്യൂബ്. ഇവിടെ ഏരിയ കുറവാണ്, ഇതല്ലേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതല്ലേ. ഓക്കെ, ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2. ഓക്കെ, അഗെയിൻ ഇതേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഈ A1 തന്നെ അവിടെയും. ഓക്കെ, ഈ ട്യൂബിനെ നമ്മൾ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയ ട്യൂബ്, ഈ ട്യൂബിനെ മെയിൻ ട്യൂബ് എന്ന് പറയും. മെയിൻ ട്യൂബ്. ഇതിനെ ത്രോട്ട് എന്ന് പറയും. ത്രോട്ട്. ഓക്കെ, പിന്നെ ഇതിലൂടെ ഒരു ഫ്ലൂയിഡ് ഇവിടുന്ന് എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി V1. അപ്പോൾ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി V1 അല്ലേ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താ പറയുന്നത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് ഇവിടെ എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി V1, ഇവിടെ ഏരിയ കുറഞ്ഞു. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് എന്താണ്? ഏരിയ കുറയുന്ന സമയത്ത് വെലോസിറ്റി കൂടും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി V2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെലോസിറ്റി V1, അവിടെ V2. ഇനി ഇതിൽ ഈ വെൻട്രിമീറ്ററിൽ ഇവിടെയുമായിട്ട് ഓക്കെ രണ്ട് വെർട്ടിക്കലായിട്ട് രണ്ട് ട്യൂബ് ഉണ്ടാവും. വെർട്ടിക്കലായിട്ട് അതിനെ നമ്മൾ മാനോമീറ്റർ ട്യൂബ് എന്ന് പറയും. മാനോമീറ്റർ ട്യൂബ്. ഓക്കെ, അത് പറയുന്നതിന് മുന്നേ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയട്ടെ. അതായത് ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണ് A1. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താ പറയുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയ സ്ഥലത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയ സ്ഥലത്ത് വെലോസിറ്റി കുറയും. അപ്പോൾ ഈ വെലോസിറ്റി കുറവാണ്. ഇനി ബെർണോളിസ് തിയറം എന്നാ പറയുന്നത്? വെലോസിറ്റി കുറഞ്ഞ സ്ഥലത്ത് പ്രഷർ കൂടും. അപ്പോൾ ഈ ട്യൂബിനകത്ത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ ഞാൻ P1 എടുത്തു. അപ്പോൾ എന്താ പറഞ്ഞാൽ? ഏരിയ കൂടിയ സ്ഥലത്ത് വെലോസിറ്റി കുറവ്, വെലോസിറ്റി കുറഞ്ഞ സ്ഥലത്ത് പ്രഷർ കൂടുതൽ. അപ്പോൾ ഈ പ്രഷർ കൂടുതൽ, P1 കൂടുതൽ. ഇവിടെ ഏരിയ കുറയുന്ന നേരം വെലോസിറ്റി കൂടും, വെലോസിറ്റി കൂടുന്ന നേരം പ്രഷർ കുറയും. അപ്പോൾ ഈ ട്യൂബിനകത്ത് പ്രഷർ കുറയും. അപ്പോൾ പ്രഷർ P2, പ്രഷർ കുറവാണ്. അല്ലെങ്കിലും ഹൈ പ്രഷർ ടു അല്ലേ ലോ പ്രഷർ. അപ്പോൾ ഇവിടെ ഹൈ പ്രഷർ, ഇവിടെ ലോ പ്രഷർ. ഓക്കെ, അപ്പോൾ P1 ഈസ് ഗ്രേറ്റർ ദാൻ P2. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലല്ലേ. ഇവിടെ പ്രഷർ കൂടുതലായതുകൊണ്ട് സംഭവിക്കും. ഒരു കാര്യം പറയട്ടെ. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലാണെന്ന് മനസ്സിലായി. ഇനി ഇതിൽ ബെർണോളിസ് തിയറം എന്താ പറയുന്നത്? ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എന്താ? ബെർണോളിസ് തിയറം ഇങ്ങനെയായിരുന്നു. P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2. ഇതായിരുന്നു ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. ഓർമ്മയില്ലേ? ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം ഇത് എഴുതാം. പക്ഷേ ഇതിൽ വെൻട്രിമീറ്റർ ചെയ്യുമ്പോൾ
ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ് ഈ സംഭവമല്ലോ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. വെൻട്രിമീറ്റർ ചെയ്യുമ്പോൾ ഈ മൂന്നാമത്തെ ടേമിനെ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ ഈ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുന്നത് ഈ ടേംസ് കംപ്ലീറ്റ് ഇവിടെയാണ് മെയിൻ ട്യൂബിൽ. കാരണം P1 വെലോസിറ്റി V1 ഇതെല്ലാം വരുന്നത് മെയിൻ ട്യൂബിനകത്താണ്. ഈ P2 ഇതെല്ലാം വരുന്നത് ത്രോട്ടിലാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മെയിൻ ട്യൂബിലും ത്രോട്ടിലുമാണ് അല്ലേ? അപ്പോൾ ബെർണോളിസ് തിയറത്തിൽ എന്തായിരുന്നു H1 H2? ബെർണോളിസ് തിയറത്തിൽ H1 H2 എന്ന് പറയുന്നത് ഗ്രൗണ്ട് മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റാണ് H1. അതുപോലെ ഗ്രൗണ്ട് മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റാണ് H2. അപ്പോൾ ഇത് വെൻട്രിമീറ്റർ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് ഈ H1 ഇവിടെയും മെയിൻ ട്യൂബിലും ത്രോട്ടിലും അല്ലേ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് H1 ഇത് H2. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് എന്താണ്? H1 H2 എന്താണ്? H1 H2 ഈക്വലാണ്. അപ്പോൾ ഈ H1 H2 ഈക്വലാണ്. സിൻസ് വെൻട്രിമീറ്റർ ഈസ് ഹൊറിസോണ്ടൽ. അപ്പോൾ H1 H2 ഈക്വലാണ്. ഈ രണ്ട് ടേം ക്യാൻസൽ ആവും. അല്ലെങ്കിൽ ഞാൻ ബെർണോളിസ് തിയറം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഹൊറിസോണ്ടൽ ആണെങ്കിൽ ആ മൂന്നാമത്തെ ടേം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടേം വേണ്ട, ഇത് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ മതി. അപ്പോൾ ഇക്വേഷൻ എന്തായി? അപ്പോൾ സിൻസ് വെൻട്രിമീറ്റർ ഈസ് ഹൊറിസോണ്ടൽ, ഓർമ്മിക്കണേ, ശരിക്കും ഒരു ഭാഗത്ത് 3 ടേംസ് ഉണ്ട് ബെർണോളിസ് തിയറത്തിൽ. പക്ഷേ ആ മൂന്നാമത്തെ ടേം ഒഴിവാകാൻ കാരണം ഇത് ഹൊറിസോണ്ടൽ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സിൻസ് വെൻട്രിമീറ്റർ ഈസ് ഹൊറിസോണ്ടൽ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. ഇങ്ങനെ വരും. ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ പ്രഷർ കൂടുതലും അല്ലേ? ഒന്നും കൂടി പറയുന്നത്, ഏരിയ കൂടുതൽ, വെലോസിറ്റി കുറഞ്ഞിടത്ത് പ്രഷർ കൂടുതൽ. അവിടെ നേരെ തിരിച്ചു. അപ്പോൾ ഇവിടെയല്ലേ പ്രഷർ കൂടുതൽ? അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഇവിടെ നമ്മൾ വെർട്ടിക്കലായിട്ടൊരു ട്യൂബ് വെക്കുക. അറ്റാച്ച് ചെയ്തു. ഇതിൻ്റെ പേരാ മാനോമീറ്റർ ട്യൂബ് എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ വെർട്ടിക്കലായിട്ട് ട്യൂബ് വെച്ചു. അതുപോലെ ഇവിടെയും ത്രോട്ടിലും നമ്മൾ വെർട്ടിക്കലായിട്ട് ട്യൂബ് വെച്ചു, അറ്റാച്ച് ചെയ്തു. അതിൻ്റെ പേര് മാനോമീറ്റർ ട്യൂബ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഈ ട്യൂബിൽ മാനോമീറ്റർ ട്യൂബിലൂടെ മോർ ഹൈറ്റിൽ ലിക്വിഡ് ഇങ്ങനെ റൈസ് ചെയ്യും. കാരണം നിങ്ങൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഇക്വേഷൻ പഠിച്ചില്ലല്ലോ, പ്രഷർ ഈക്വൽ എച്ച് റോ ജി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? P ഈക്വൽ എച്ച് റോ ജി. എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എച്ച് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ പോയിൻ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന് മുകളിലുള്ള എച്ച് എടുക്കണം. അപ്പോൾ എച്ച് കൂടുന്നവരല്ലേ പ്രഷർ കൂടുക, പ്രഷർ കൂടുന്നവരെ എച്ച് കൂടണ്ടേ? അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഈ ട്യൂബിനകത്ത് പ്രഷർ കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ മുകളിലുള്ള എച്ച് കൂടും. അപ്പോൾ ഇവിടെ മോർ ഹൈറ്റിൽ ലിക്വിഡ് റൈസ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇവിടെ പ്രഷർ കുറവായതുകൊണ്ട് ഇവിടെ ലെസ് ഹൈറ്റിലെ ലിക്വിഡ് റൈസ് ചെയ്യും. ഇവിടുത്തെ അത്ര ഹൈറ്റിൽ ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ടോട്ടൽ ഹൈറ്റ് ഞാൻ ക്യാപിറ്റൽ H നിർത്തും. ഓക്കെ, ഈ ഹൈറ്റ് H ഡാഷ് നിർത്തും. ഓക്കെ, അപ്പോൾ P1 എന്ത് വരും? ഇവിടെയുള്ള പ്രഷർ എന്ത് വരും? പ്രഷർ ഇൻഡിക്കേഷൻ P1 ഈക്വൽ ടു എച്ച് റോ ജി. എച്ച് എടുക്കുമ്പോൾ ഇതിന് മുകളിലുള്ള എച്ച് എടുക്കണം. അപ്പോൾ ക്യാപിറ്റൽ H റോ ജി. ഇവിടെയുള്ള പ്രഷർ P2 പ്രഷർ ഈക്വൽ എച്ച് റോ ജി. ഇവിടെയുള്ള എച്ച് എന്ന് പറയുമ്പോൾ ഈ എച്ച് എടുക്കാം, മുകളിലുള്ള എച്ച് എടുക്കണ്ടേ? അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ H ഡാഷ്. അപ്പോൾ H ഡാഷ് റോ ജി വരും. അപ്പോൾ ഇവിടെ H റോ ജി, ഇവിടെ H ഡാഷ് റോ ജി. അങ്ങനെയാണെങ്കിൽ P1 മൈനസ് P2 എന്ത് വരും? H റോ ജി മൈനസ് H ഡാഷ് റോ ജി വരും.
അങ്ങനെയാണെങ്കിൽ റോ ജി പുറത്തെടുത്താൽ എച്ച് മൈനസ് എച്ച് ഡാഷ് ഇൻറ്റു റോ ജി വരും. റോ ജി പുറത്തെടുത്തു. അപ്പോൾ എച്ച് മൈനസ് എച്ച് ഡാഷ് ഇൻറ്റു റോ ജി. എച്ച് മൈനസ് എച്ച് ഡാഷ് ഏതാണ്? എച്ച് മൈനസ് എച്ച് ഡാഷ് പിക്ചർ നോക്കൂ. ഇത് എച്ച് ഡാഷ്. അപ്പോൾ ഈ ലെവൽ മുതൽ ഈ ലെവൽ വരെ ഞാൻ എച്ച് എന്നെടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? ഇവിടെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഇവിടെ മോർ ഹൈറ്റിലും, ഇവിടെ പ്രഷർ കുറവായതുകൊണ്ട് ലെസ് ഹൈറ്റിലുമാണ് ലിക്വിഡ് റൈസ് ചെയ്യുക മാനോമീറ്റർ ട്യൂബിൽ. ഓക്കെ, അപ്പോൾ ഇത് എച്ച് ഡാഷ്. അപ്പോൾ എച്ച് മൈനസ് എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്, സ്മോൾ എച്ച് എന്നങ്ങനെ എടുത്തു. അപ്പോൾ എച്ച് മൈനസ് എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഈ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എച്ചിലെ ലെവൽ ഡിഫറൻസ് ആണ് എച്ച്. അപ്പോൾ എച്ച് മൈനസ് എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ എച്ച്. അപ്പോൾ എച്ച് റോ ജി. അപ്പോൾ P1 മൈനസ് P2 ഈക്വൽ എച്ച് റോ ജി. P1 മൈനസ് P2 ഈക്വൽ എച്ച് റോ ജി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? P2 ഇങ്ങോട്ട് എടുത്തോ, അല്ലേ? വേണ്ട, ഈ ഹാഫ് റോ V2 സ്കോർ ഇങ്ങോട്ട് എടുക്കും. സോറി, ഈ P2 ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പോൾ P1 മൈനസ് P2 ഈക്വൽ ടു ഇവിടെ ഹാഫ് റോ V2 സ്ക്വയർ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഹാഫ് റോ V2 സ്ക്വയർ. ഇതങ്ങോട്ട് പോയാൽ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ ആവും. ഇത് നമുക്കിപ്പോൾ കിട്ടി P1 മൈനസ് P2. P1 മൈനസ് P2 എന്ന് വെച്ചാൽ എച്ച് റോ ജി ആണ്. P1 മൈനസ് P2 എന്ന് വെച്ചാൽ എച്ച് റോ ജി ആണ്. P1 മൈനസ് P2 എച്ച് റോ ജി ആണ്. അപ്പോൾ ഇതിൽ ഹാഫ് റോ പുറത്തെടുത്താൽ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഓക്കെ, ഇനി എന്തായിരുന്നു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? നമ്മളെ ലക്ഷ്യം എന്താ? വെൻട്രിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വെലോസിറ്റി കാണാൻ. ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി കാണണം. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വെലോസിറ്റി എത്രയാണ്? ഇവിടെ വെലോസിറ്റി V1, ഇവിടെ വെലോസിറ്റി എത്രയാണ്? V2. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. V1 അല്ലെങ്കിൽ ഒന്ന് കിട്ടിയാൽ പിന്നെ മറ്റേത് കണ്ടുപിടിക്കുക ബൈ യൂസിങ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. V1 അല്ലെങ്കിൽ V2 ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് A1 V1 ഈക്വൽ ടു A2 V2 എന്നാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ A1 V1 ഈക്വൽ ടു A2 V2 ആണ്. ഇതിൽ നിന്ന് V2 എന്ത് വരും? V2 ഈക്വൽ ടു ഈ A2 ഇങ്ങോട്ട് എടുത്തോ. അപ്പോൾ A1 V1 ബൈ A2. A1 V1 ബൈ A2 അത് V2. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ V2ൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക, V2ന് പകരം ഇത് കൊടുക്കുക. അപ്പോൾ എച്ച് റോ ജി ഈക്വൽ ടു, ഓക്കെ, വേണമെങ്കിൽ ഇവിടുന്ന് റോ കട്ടായി വേണമെങ്കിൽ 2 ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ 2 ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ 2HG ആവും, അല്ലേ? ഈക്വൽ ടു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഈക്വൽ ടു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. V2ൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക. V2 എന്ന് പറയുമ്പം A1 V1 ബൈ A2. ഈ 2 ലെഫ്റ്റിലേക്ക് എടുത്തിട്ടുണ്ടേ, V2ന് വാല്യൂ ഇത് കൊടുത്തു. അതിൻ്റെ സ്ക്വയർ ഉണ്ട്, V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. V2ൻ്റെ സ്ഥാനത്ത് ഇത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ 2HG ഈക്വൽ ടു A1 സ്ക്വയർ, ഇതിനെ സ്ക്വയർ ചെയ്യും, ഓരോന്നിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ A1 സ്ക്വയർ V1 സ്ക്വയർ ബൈ A2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ 2HG ഈക്വൽ ടു ഇതിൽ നിന്ന് V1 സ്ക്വയർ പുറത്തെടുത്താലോ? V1 സ്ക്വയർ ഇൻറ്റു A1 സ്ക്വയർ ബൈ A2 സ്ക്വയർ. V1 സ്ക്വയർ പുറത്തെടുത്തു, അപ്പോൾ -1 ആവില്ല. ഓക്കെ, സോ 2HG ഈക്വൽ ടു V1 സ്ക്വയർ ഇൻറ്റു ഈ A2 സ്ക്വയർ ഇങ്ങോട്ട് പോയാൽ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ A2 സ്ക്വയർ. നമ്മളെ ലക്ഷ്യം എന്നാ? ഒന്നുകിൽ V1 കണ്ടുപിടിക്കണം അല്ലെങ്കിൽ V2 കണ്ടുപിടിക്കണം, വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ V1 ഉണ്ടല്ലോ, V2 ഇപ്പോൾ ഇല്ലല്ലോ, V1 ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് V1 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ V1 കണ്ടുപിടിക്കണം. അപ്പോൾ V1 എങ്ങനെ വരും? എങ്ങനെയുള്ളത്? അപ്പോൾ ഈ ടേം ലെഫ്റ്റിലേക്ക് എടുത്താലോ? A2 സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് വരും. അപ്പോൾ 2HG ഇൻറ്റു A2 സ്ക്വയർ, ഇത് ന്യൂമറേറ്റർ. ഈ ടേം ഡിനോമിനേറ്ററിലേക്ക് വന്നു, ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഇങ്ങനെയാണുള്ളത്, അല്ല? ഇതെല്ലാം ലെഫ്റ്റിലേക്ക് എടുത്തു. ഈക്വൽ ടു പിന്നെ ഉണ്ടാവുക V1 സ്ക്വയറാണ്. അപ്പോൾ ഈക്വൽ ടു V1 സ്ക്വയർ. V1 സ്ക്വയറാണിത്, V1 സ്ക്വയർ. നമുക്ക് വേണ്ടത് V1 ആണ്, ഇത് V1 സ്ക്വയറാണ്. അപ്പോൾ V1 ഈക്വൽ ടു റൂട്ട് എടുക്കണം, അല്ലേ? റൂട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഇതിന് മൊത്തത്തിൽ റൂട്ട് എടുക്കണം. മൊത്തത്തിൽ റൂട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ റൂട്ട് എത്ര വരും? A2 വരും. A2 ഇതിൻ്റെ റൂട്ട് A2, അത് മാത്രം പുറത്ത് എഴുതാം. A2 ഇതിൻ്റെ റൂട്ട് A2 സ്ക്വയർ, അപ്പോൾ റൂട്ട് A2
ബാക്കിയെല്ലാം V1 സ്ക്വയർ ആയത് V1 ആണ് നമ്മൾ കാണുന്നത്. V1 കാണുമ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ സാധനവും നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിൽ ഇടണം. അപ്പോൾ റൂട്ട് ഓഫ് 2hg ഡിവൈഡ് ബൈ a1 സ്ക്വയർ മൈനസ് a2 സ്ക്വയർ. ഇതാണ് V1 കണ്ടുപിടിക്കേണ്ട ഫോമുല. V1 കണ്ടുപിടിക്കേണ്ട ഫോമുല. ഓക്കെ, അപ്പോൾ നമുക്ക് V1 എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി കിട്ടിയില്ലേ? ഈ ഇക്വേഷൻ്റെ ഗുണം എന്താണ്? ഇതിൽ A1 A2 എന്നെല്ലാം പറഞ്ഞത് A1 A2 ഇതെല്ലാം പറഞ്ഞത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ? ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് അളന്ന് കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ട ഫോമുല എന്നാൽ πr². അപ്പോൾ ഇതിൻ്റെ റേഡിയസ് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നമുക്ക് അളക്കാം. റേഡിയസ് അളന്നിട്ട് ഇപ്പോൾ πr² വെച്ചിട്ട് ഏരിയ കാണാം. അതുപോലെ ഇവിടെയുള്ള ഏരിയയും കാണാം. എന്ന് വെച്ചാൽ A1 A2 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് അളന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ A1 കിട്ടി, A2 കിട്ടി, ഇതെല്ലാം കിട്ടി, A1 A2 എല്ലാം കിട്ടിയേ. G നമുക്കറിയാം 9.8. പിന്നെ H എന്താണ് H? H എന്ന് പറയുമ്പോൾ ഈ ലെവൽ മുതൽ ഈ ലെവൽ വരെയുള്ള ഈ ഹൈറ്റ് അല്ലേ H? ഇതല്ലേ H? നമ്മളിപ്പോൾ വെൻട്രിമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ്. അപ്പം നമ്മുടെ മുന്നിൽ ഇത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. ഇവിടെ പ്രഷർ കൂടുതൽ, ഇവിടെ പ്രഷർ കുറവ്. അപ്പോൾ ഇവിടെ മോർ ഹൈറ്റിൽ പ്രഷർ കൂടിയതുകൊണ്ട് മോർ ഹൈറ്റിൽ ലിക്വിഡ് റൈസ് ചെയ്യുന്നു. ഇവിടെ പ്രഷർ കുറഞ്ഞുകൊണ്ട് ലെസ് ഹൈറ്റിൽ റൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കാണുകയാണ്, ഇങ്ങനെ ലിക്വിഡ് എല്ലാം ഇങ്ങനെ റൈസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കാണും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഈ ലെവൽ മുതൽ ഈ ലെവൽ വരെയല്ലേ, ഈ ലെവലിലെ H. അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ കൺമുന്നിൽ കാണുകയല്ലേ. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള H നമുക്ക് കണ്ടുപിടിച്ചൂടെ? നമുക്ക് അളന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ H കിട്ടി. അപ്പോൾ A1 അറിയാം, A2 അറിയാം, G അറിയാം, H അറിയാം. അപ്പോൾ ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് V1 കണ്ടുപിടിക്കാം. അപ്പോൾ V1 കിട്ടി. ആ V1 ഇവിടെ കൊടുത്താൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ കൊടുത്താലോ? V1 കൊടുത്താൽ V2 കിട്ടും. ആ V1 കൊടുത്താൽ V2 കിട്ടും. ഓക്കെ, അപ്പോൾ V2 കിട്ടും. V2 എങ്ങനെയാണ് വരിക? V2 എന്ന് പറയുമ്പോൾ V2ൻ്റെ ഫോമുലയിൽ V2 എന്ന് പറയുമ്പോൾ ഇവിടെ A1 വരും. അതേ വ്യത്യാസമുള്ളൂ. ഇവിടെ V2 എന്ന് എഴുതുമ്പോൾ A2ൻ്റെ സ്ഥാനത്ത് A1 വരും. അങ്ങനെ ഫോമുല. ബാക്കിയെല്ലാം സെയിം. റൂട്ട് ഓഫ് 2hg ബൈ അത് തന്നെ വരും. A2ൻ്റെ സ്ഥാനത്ത് A1 വരും. അങ്ങനെ കിട്ടുക. ഓക്കെ, ഇനി അങ്ങനെയാണ്. അപ്പോൾ വെലോസിറ്റി കിട്ടി, V1 കിട്ടി. V1 കിട്ടിയാൽ V1 ഉപയോഗിച്ച് V2 കാണാം. ഇതിൽ കൊടുത്താൽ മതി, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കൊടുത്താൽ മതി. V1 കൊടുത്താൽ V2 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ റേറ്റ് ഓഫ് ഫ്ലോ എന്ത് വരും? റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇത് മറന്നു പോയതേ. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം സ്ഥിരമായിട്ട് ഈ ഇതിലുണ്ടാകുന്ന ഒരു ടേമാണ് റേറ്റ് ഓഫ് ഫ്ലോ. എന്താ റേറ്റ് ഓഫ് ഫ്ലോ? റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വോളിയം പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള ലിക്വിഡിൻ്റെ വോളിയമാണ്. അതിൻ്റെ ഇക്വേഷൻ റേറ്റ് ഓഫ് ഫ്ലോൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? റേറ്റ് ഓഫ് ഫ്ലോൻ്റെ ഇക്വേഷൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി എന്നാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി. അത് ഇവിടെ അപ്ലൈ ആണെങ്കിൽ എന്ത് വരും? ഇവിടെ അപ്ലൈ ആണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 വെലോസിറ്റി V1. അപ്പോൾ A1 V1. ഇവിടെ അപ്ലൈ ആണെങ്കിൽ A2 V2. അത് രണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ A1 V1 തന്നെയായിരിക്കും A2 V2 ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം. അപ്പോൾ ഒന്നുകിൽ A1 റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ നടത്തുന്ന വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. അപ്പോൾ ഒന്നുകിൽ A1 V1 കാണുക, അല്ലെങ്കിൽ A2 V2 കാണുക. അത് രണ്ട് സെയിം ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് കണ്ടാൽ പോരെ? ഓക്കെ, അപ്പോൾ A1 V1. അപ്പോൾ A1 ഇൻറ്റു V1 എന്ന് പറയുമ്പോൾ ഇത് കൊടുക്കുക V1ൻ്റെ. അപ്പോൾ A1 ഇൻറ്റു V1 വരെ ഇതങ്ങ് കൊടുത്തായി. അപ്പോൾ A2 ഇൻറ്റു റൂട്ട് ഓഫ് 2hg ഡിവൈഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഇതായിരിക്കും റേറ്റ് ഓഫ് ഫ്ലോ. ഓക്കെ, ഇനി ഇതിൽ വെൻട്രിമീറ്ററിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഈ രണ്ട് വെർട്ടിക്കലായിട്ടുള്ള രണ്ട് മാനോമീറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള വെൻട്രിമീറ്റർ അല്ലേ പറഞ്ഞേ? ഇത് തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് വെൻട്രിമീറ്റർ. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഈ മാനോമീറ്റർ ട്യൂബ് ഉപയോഗിച്ചതിന് പകരം ഇവിടെ ഇങ്ങനെ ഒരു യു ഷേപ്പുള്ള ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു യു ഷേപ്പുള്ള ട്യൂബാണ് ഉണ്ടാവുക. ഈ യു ഷേപ്പുള്ള ട്യൂബിൽ ഇതിനകത്ത് ഉണ്ടാവുക
മർക്കുറിയാണ്. അപ്പോൾ ഈ ലെവൽ വരെയാണ് രണ്ട് ഭാഗത്തും ഒരേപോലെ മർക്കുറി. അപ്പോൾ ഇത് മർക്കുറിയാണ്. മർക്കുറിൻ്റെ പ്രത്യേകത എന്നാൽ മർക്കുറിക്ക് ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഡെൻസിറ്റി കൂടിയോണ്ട് അതെപ്പം താഴെ നിൽക്കുക അല്ലേ. ബാക്കിയുള്ള ഇപ്പോൾ വെള്ളവും പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കും അല്ലേ. ഇതിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ സാധനം ഇതിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കും. ഇപ്പോൾ മർക്കുറി ഉപയോഗിക്കാൻ കാരണം അതാണ്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് നിന്നോളൂ. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാവുക മർക്കുറിയാണ്. അപ്പോൾ ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞു, തൊട്ട് മുന്നേ പറഞ്ഞു, ഇതിനകത്താണ് അല്ലേ പ്രഷർ കൂടുതൽ. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ അപ്പോൾ ഇവിടെ വരെയാണ് മർക്കുറി ഉള്ളതെന്ന് വിചാരിക്കും. ഈ ലെവൽ വരെയാണ് മർക്കുറി. അപ്പോൾ ഇവിടെ വരെയാണ് മർക്കുറി ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ ലിക്വിഡ് ഒഴുകുന്ന ലിക്വിഡ് ഇതിലേക്ക് കടക്കുമല്ലേ. ലിക്വിഡ് ഇതിൻ്റെ അകത്തേക്ക് കടക്കും. അതുപോലെ ഇവിടെയുള്ള ഈ ലിക്വിഡ് ഇതിലേക്ക് കടന്നു. യു ഷേപ്പ് ട്യൂബിലേക്ക് ആ ട്യൂബിലുള്ള ലിക്വിഡ് അത് വേറെ ലിക്വിഡാണ്. അത് വേറെ ലിക്വിഡ്, ഇത് മർക്കുറി. അങ്ങനെ നേരത്തെ നമ്മൾ മാനോമീറ്റർ ട്യൂബിലേക്ക് കയറിയതെല്ലാം ഇതേ ലിക്വിഡ് തന്നെയാണ് മാനോമീറ്റർ ട്യൂബിലേക്കെല്ലാം വെർട്ടിക്കൽ ട്യൂബിലേക്കെല്ലാം കയറിയത്. ഇപ്പോൾ ഇതിനകത്തുള്ളത് മർക്കുറിയാണ്. അതിനകത്തുള്ളത് വേറെ ഏതോ ലിക്വിഡാണ്, ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ്. ഓക്കെ. അപ്പോൾ ആ ലിക്വിഡ് ഇതിലേക്ക് കടന്നു. അതുപോലെ ഇവിടെയും കടക്കും. പക്ഷേ ഇവിടെ അതുപോലെ ഇവിടെയും കിടക്കും. പക്ഷേ ഇവിടെ ഈ ട്യൂബിനകത്ത് പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടിയോണ്ട് എന്ത് ചെയ്യും? പ്രഷർ കൂടിയോണ്ട് ഇത് മർക്കുറിനെ, ഈ ഇതായ മർക്കുറി അല്ലേ. അപ്പോൾ ഇത് ഇവിടെ പ്രഷർ കൂടിയോണ്ട് ഇത് മർക്കുറിനെ നന്നായിട്ട് തള്ളും. മർക്കുറിനെ നന്നായിട്ട്, അപ്പോൾ മർക്കുറി ലെവൽ താഴും. ഇവിടെ മർക്കുറി ലെവൽ താഴും. അപ്പോൾ ഇതിന് താഴോട്ട് ഇവിടെ മർക്കുറി ലെവൽ താഴും. ഓക്കെ. ഇവിടെ പ്രഷർ കൂടിയോണ്ട് നന്നായിട്ട് തള്ളലുണ്ട്. അപ്പോൾ ഇവിടെ മർക്കുറി ലെവൽ താഴും. ഇവിടെ മർക്കുറി ലെവൽ പൊങ്ങും. അപ്പോൾ മർക്കുറി ലെവൽ പൊങ്ങും. മർക്കുറി ലെവൽ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അത് ഞാൻ ഇങ്ങനെ നോക്കൂ. അപ്പോൾ ഇതിന് താഴോട്ട് ഇതിപ്പോൾ ആ ലിക്വിഡ്, ഈ ട്യൂബിനകത്തുള്ള ലിക്വിഡാണ് ഇത്. പിന്നെ താഴെയുള്ള മർക്കുറിയാണ്. അപ്പോൾ ഇവിടെ മർക്കുറി ലെവൽ താഴുന്നു. പകരം ഇവിടെ മർക്കുറി ലെവൽ പൊങ്ങി. ഓക്കെ. മർക്കുറി ലെവൽ പൊങ്ങി. ആ മർക്കുറിൻ്റെ മുകളിൽ എന്തുണ്ടാവും? മർക്കുറിൻ്റെ മുകളിൽ ഇവിടെ വരെ മർക്കുറി വന്നിരിക്കും. മർക്കുറിൻ്റെ മുകളിൽ മറ്റേ ലിക്വിഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ മർക്കുറി താഴ്ന്നു നിൽക്കും. കാരണം ഇവിടെ ഈ ട്യൂബിനകത്ത് പ്രഷർ കൂടിയുണ്ട്. ഇവിടെ മർക്കുറി താഴ്ന്നു നിൽക്കും, ഇവിടെ പൊങ്ങി നിൽക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് ആണ് എച്ച്. ഇവിടെ മർക്കുറി ലെവൽ താഴ്ന്നു, ഇവിടെ മർക്കുറി ലെവൽ പൊങ്ങി. അപ്പോൾ ആ ലെവൽ ഡിഫറൻസ് ആണ് എച്ച്. ഓക്കെ. ആ കേസിൽ ഈ കേസിൽ പക്ഷെ ഇവിടെ ഉള്ള പ്രത്യേകത എന്നാൽ ഇവിടെ അതിനകത്തുള്ളത് ഒരു ലിക്വിഡാണ്, താഴെയുള്ളത് മർക്കുറിയാണ്. അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് ലിക്വിഡാണ്. ഡിഫറൻറ്റ് ലിക്വിഡ് ആകുമ്പോൾ ഡിഫറൻറ്റ് ഡെൻസിറ്റിയാണ് അല്ലേ. അങ്ങനെ ഈ കേസിൽ റേറ്റ് ഓഫ് ഫ്ലോ വരിക, റേറ്റ് ഓഫ് ഫ്ലോൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഈ ഇക്വേഷൻ വരിക ഇങ്ങനെയാണ്. ഇങ്ങനെയല്ലേ ഉള്ളത്? ഇക്വേഷൻ്റെ ഫോം ഇതല്ലേ. അത് കിട്ടുക ഇങ്ങനെയാണ്: A1A2 റൂട്ട് ഓഫ് 2Hg എന്നുള്ളടത്ത് 2 ρm Hg. എന്തെന്നാ ρm എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് മർക്കുറി. അപ്പോൾ 2 ρm Hg, 2Hg എന്നുള്ളടത്ത് ഇങ്ങനെ വരും. ഡിവൈഡ് ബൈ ഇവിടെ ഡിനോമിനേറ്ററിൽ A1² - A2² അല്ലേ, അവിടെ റോ ഇൻറ്റു A1² - A2² വരും. ഇതിലുള്ള റോ എന്ന് വെച്ചാൽ ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്, ആ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. ρm എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള മർക്കുറിൻ്റെ ഡെൻസിറ്റി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പ് വെൻട്രിമീറ്റർ കൂടിയുണ്ട്. ഓക്കെ, റെഡി. ഈ കേസിൽ റേറ്റ് ഓഫ് ഫ്ലോൻ്റെ നേരത്തെ ഈ ഫോമുല ഈ കേസിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അതും കൂടി ഓർമ്മിക്കുക. അപ്പോൾ വെൻട്രിമീറ്റർ കഴിഞ്ഞു. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ പറയാനുള്ളത് ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ, ലിഫ്റ്റ് ഓഫ് ആൻ എയറോപ്ലെയിൻ വിങ് or aerofoil. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരു എയറോപ്ലെയിൻ വിങ് വിചാരിക്കും. അതിൻ്റെ ലിഫ്റ്റിങ്, മുകളിലേക്കൊരു തള്ളൽ, മുകളിലേക്കുള്ള ആ ലിഫ്റ്റിംഗ് ഉണ്ടല്ലോ, അതിന് സഹായിക്കുന്നത് ബെർണോളിസ് തിയറവും കൂടിയാണ്. അതായത് ഇപ്പോൾ എയറോപ്ലെയിൻ വിങ്ങിൻ്റെ, അതായത് എയറോഫോയിൽ, അതിൻ്റെ ഷേപ്പ് ഇതൊരു പ്രത്യേക ഷേപ്പായിരിക്കും. മുകൾ ഭാഗം ഇങ്ങനെ മോർ കർവ്ഡ് ആയിരിക്കും, താഴ്ഭാഗം കുറച്ച് ഫ്ലാറ്റായ പോലെ ആയിരിക്കും. അതാണ് എയറോഫോയിൽ
എയറോഫോയിൽ, എയറോപ്ലെയിൻ വിങ്. അപ്പോൾ വിങ്ങിൻ്റെ ഷേപ്പാണ്. ഓക്കെ, പ്രത്യേക ഷേപ്പിലാണ് ഉണ്ടാവുക. ഈ ഷേപ്പ് കാരണം ഈ ഷേപ്പാണ് റീസൺ. ഷേപ്പ് കാരണം ഈ വിങ്ങിൻ്റെ മുകൾ ഭാഗത്തൂടെ, ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇവിടെ മോർ കർവ്ഡ് ആയതുകൊണ്ട് ഈ മുകൾ ഭാഗത്തൂടെ ഹൈ വെലോസിറ്റിയിൽ എയർ ഫ്ലോ ചെയ്യും. താഴ്ഭാഗത്തൂടെയും എയർ ഫ്ലോ ചെയ്യും. പക്ഷേ ഇവിടെ മോർ കർവ്ഡ് ആയതുകൊണ്ടാണ്, ആ വിങ്ങിൻ്റെ ഷേപ്പ് അവിടെ മോർ കർവ്ഡ് ആയതുകൊണ്ടാണ് അവിടെ ഹൈ വെലോസിറ്റിയിൽ എയർ പാസ് ചെയ്യുന്നത്. അവിടെ മോർ കർവ്ഡ് ആയ ആ ഷേപ്പ് കാരണം ഹൈ വെലോസിറ്റിയിൽ എയർ പാസ് ചെയ്യും. ഇവിടെ അത്ര ഉണ്ടാവില്ല. അതൊരു കമ്പയർ ചെയ്യുമ്പോൾ അത്ര വെലോസിറ്റി ഇവിടെ ഉണ്ടാവില്ല. ആർക്ക്? എയറിന് അത്ര വെലോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടുതലായി. അപ്പോൾ ഇവിടെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഹൈ വെലോസിറ്റി ആയതുകൊണ്ടാണ് പ്രഷർ കുറഞ്ഞത്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതൽ, ഇവിടെ പ്രഷർ കുറവ്. അപ്പോൾ ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് എയറിൻ്റെ ഒരു തള്ളലുണ്ടാവും. ഇവിടുന്ന് മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ എയറിൻ്റെ ഒരു തള്ളൽ വരും ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. അപ്പോൾ ഡ്യൂ ടു ദ ഷേപ്പ് ഓഫ് എയറോപ്ലെയിൻ വിങ്, ഷേപ്പ് ഓഫ് എയറോഫോയിൽ, എയർ ഫ്ലോസ് വിത്ത് ഹൈ വെലോസിറ്റി എബവ് ദ വിങ്. ഇവിടെ ഹൈ വെലോസിറ്റി, ഇവിടെ ലോ വെലോസിറ്റി. അപ്പോൾ ഇവിടെ ലോ വെലോസിറ്റി ആകുമ്പോൾ ഇവിടെ പ്രഷർ കൂടുതൽ, ഇവിടെ പ്രഷർ കുറവ്. അപ്പോൾ ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് എയറിൻ്റെ ഒരു പുഷിങ് ഉണ്ടാവും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ലിഫ്റ്റിംഗ് ഉണ്ടാവും മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ അപ്ത്രസ്റ്റ് എന്ന് പറയും. മുകളിലേക്ക് ഒരു ഫോഴ്സ് വരും. അപ്പോൾ അപ്ത്രസ്റ്റ് എന്നുവെച്ചാൽ ആ മുകളിലേക്കുള്ള ആ ഫോഴ്സ് എങ്ങനെ വരും? മുകളിലേക്കുള്ള ഫോഴ്സ് അല്ലേ. ഇവിടെ പ്രഷർ P1 ആണെന്ന് വിചാരിച്ചു. ഇവിടെ പ്രഷർ P1, ഈ ഭാഗത്ത് പ്രഷർ P1 ആണ്. അത് മുകളിലേക്ക് പ്രഷർ P1 എന്ന് വിചാരിച്ച് മുകൾ ഭാഗത്തും പ്രഷർ ഉണ്ടല്ലോ. അവിടെ പ്രഷർ കുറഞ്ഞു പോയതല്ലേ, ഹൈ വെലോസിറ്റി ആയതുകൊണ്ട് പ്രഷർ കുറഞ്ഞല്ലേ. അപ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ട് P2, അത് താഴോട്ട്. കൂടുതലേതാ? മുകളിലേക്കുള്ള തളലല്ലേ കൂടുതൽ. അപ്പോൾ നെറ്റ് പ്രഷർ എടുക്കുമ്പോൾ മുകളിലേക്ക് ഒരു P1 ഉണ്ട്, ഇവിടുന്ന് മുകളിലേക്ക് P1, പ്രഷർ P1, അവിടുന്ന് ഇങ്ങോട്ട് P2 പ്രഷർ ഉണ്ടാവും. അപ്പോൾ നെറ്റ് പ്രഷർ രണ്ട് ഓപ്പോസിറ്റ്. അപ്പോൾ നെറ്റ് പ്രഷർ വരിക P1 - P2 വരും. അപ്പോൾ P1 - P2 എടുക്കണം. അല്ലാണ്ട് P1 അപ്ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുകളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ P1 മാത്രം എടുക്കും. പക്ഷേ മുകളിലേക്ക് ഉണ്ടാകുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഇവിടെയും ഉണ്ടാവുമല്ലോ ഒരു ഫോഴ്സ്. ഇത് കൂടുതലാണെന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ P1 - P2 എടുക്കണം. പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് ദ വിങ് അല്ലേ. പ്രഷർ ഇൻറ്റു ഏരിയ ആണ് ഫോഴ്സ്. അപ്പോൾ ഇതായിരിക്കും നെറ്റ് ഫോഴ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് കോൾഡ് അപ്ത്രസ്റ്റ്. ഓക്കെ, ആ ഇക്വേഷൻ കൂടി ഓർമ്മിക്കുക. P1 - P2 ഇൻറ്റു എ വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. അപ്ലിക്കേഷൻസ് കഴിഞ്ഞിട്ടില്ല ബെർണോളിസ് തിയറത്തിൻ്റെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ.